ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. ഒക്ടോബർ 1 മുതൽ വാടക നിരക്കിൽ വർധനവ് ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെഷീനറികളിലും വാഹനങ്ങളിലും അതിനൂതനമായ സാങ്കേതികവിദ്യ നിലവിൽ വന്നതുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ കമ്പനികളെല്ലാം മെഷീന് 10 മടങ്ങ് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ധനവില, തൊഴിലാളികളുടെ വേതനം, ഇൻഷുറൻസ്, റോഡ് നികുതി, അനവധി പ്രശ്നങ്ങളാണുള്ളത്. അതുകൊണ്ട് വാടക വർധനവ് അനിവാര്യമായിരിക്കുകയാണ്. കൂടാതെ സർക്കാർ തലത്തിൽ നിന്ന് പെർമിറ്റുകൾ ലഭിക്കുന്ന ഈ മെഷീനറികൾ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റുകൾ ലഭിക്കുന്ന കാലതാമസം, അതുപോലെ ടിപ്പറുകൾ ഓടാൻ സമയ നിയന്ത്രണമെല്ലാം ഉള്ളതുകൊണ്ട് ഈ വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വാടക നിരക്കുകൾ വർദ്ധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഒക്ടോബർ 1 മുതൽ സംഘടന വാടക വർധനവിൽ 10 മുതൽ 20% വരെ വർദ്ധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ നിയന്ത്രണങ്ങളും തുടർച്ചയായ പിഴ ചുമത്തലുകളും സർവീസിലെ സമയ നിയന്ത്രണവും കാരണം നിലനിൽപ്പിനെ ബാധിച്ചതായി കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒക്ടോബർ 1 മുതൽ എക്സ്കവേറ്റർ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ തുടങ്ങിയ വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധന ഉണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സമീർ ബാബു, ജില്ലാ പ്രസിഡന്റ് വിൻസ് മാത്യു വിലങ്ങുപാറ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ